കോഴിക്കോട്ടെ PSC അംഗത്വ കോഴ വിവാദത്തിൽ BJPയും കോൺഗ്രസും നിയമ നടപടികളിലേക്ക്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ DGPക്ക് പരാതി നൽകി. DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ വിജിലൻസിന് നാളെ പരാതി നൽകും. അഴിമതി സ്ഥിരീകരിച്ച കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടും പോലീസ് നടപടിയെടുക്കാത്ത സാഹചര്യത്തിലാണ് DGPക്ക് പരാതി നൽകുന്നതെന്ന് K. സുരേന്ദ്രൻ. തുടർന്ന് ഗവർണർക്കും പരാതി നൽകും. എല്ലാം അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ടതാണ്. അതൊന്നും അന്വേഷിക്കുന്നില്ല. കഴിഞ്ഞ 8 വർഷമായിട്ട് ഒരു മാഫിയ സംഘം കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മാഫിയ സംഘത്തിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോഴത്തെ PSC കോഴയുടെ പിന്നിലുമുള്ളത്. ശരിയായ അന്വേഷണം വേണം. പാർട്ടി കോടതി തീരുമാനിക്കാനുള്ളതല്ല ഇത്. നീതിന്യായ കോടതികളാണ് ഇതിന്റെ ഉത്തരം കാണേണ്ടത്. കോഴിക്കോട് CPIMൽ ലീഡർമാരില്ല, ഡീലർമാരാണെന്നായിരുന്നു DCC പ്രസിഡന്റ് പറഞ്ഞത്. കോഴ വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് വിജിലൻസിന് പരാതി നൽകാനാണ് കോൺഗ്രസ് തീരുമാനം. മന്ത്രി റിയാസ് പരാതി കിട്ടി പാർട്ടിക്ക് സമർപ്പിച്ചതല്ല. ഏറ്റവും ഗുരുതരമായ കുറ്റം അവിടെയാണ്. റിയാസ് മന്ത്രിയല്ലേ? ഇത്തരമൊരു പരാതി കിട്ടിയാൽ അദ്ദേഹം കൊടുക്കേണ്ടത് പാർട്ടിക്കാണോ, പോലീസിനല്ലേ? എന്തുകൊണ്ട് പോലീസ് കൊടുത്തില്ല? റിയാസ് കുറ്റക്കാരനാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് വിജിലൻസ് DGPക്ക് പരാതി കൊടുക്കും. അവിടെ നീതി ലഭിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഇവിടെ വളർന്നു വരുന്ന മാഫിയ അവസാനിച്ചേ മതിയാവുള്ളൂ. കോഴക്കേസ് വരും ദിവസങ്ങളിൽ സമരങ്ങളിലൂടെ നിലനിർത്താനുള്ള ശ്രമത്തിലാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ. ന്യൂസ് മലയാളം, കോഴിക്കോട്.